നമ്മൾ മലയാള സിനിമ പ്രേമികൾ ഏറെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ടർബോ എന്ന സിനിമ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തി. എല്ലാ ഭാഗത്തും പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ മറികടന്നുകൊണ്ട് വലിയൊരു വിജയമാവാനുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ടർബോ എന്ന സിനിമ. സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അറിയേണ്ടത് ഈ ഒരു സിനിമ എത്രത്തോളം കളക്ഷൻ നേടും, അല്ലെങ്കിൽ ആദ്യ ദിനം എത്രത്തോളം കളക്ഷൻ നേടി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് നാളെ അറിയുള്ളൂ. കാരണം ഇനിയും ഷോയും കാര്യങ്ങളൊക്കെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്കൊക്കെ ഷോ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള കണക്ക് വരാൻ ഇനിയും സമയമെടുക്കും. എന്തായാലും ഏകദേശം കണക്ക് പ്രകാരം ഈ സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിരിക്കും ഇടാൻ പോകുന്നത്. നിലവിൽ മലയക്കോട്ട് വാലിബൻ എന്ന ചിത്രത്തിന്റെ പേരിലാണ് ആ റെക്കോർഡ്. 550 പരം സ്ക്രീനുകൾ റിലീസ് ചെയ്ത മലയക്കോട്ട് വാലിബൻ ആദ്യ ദിവസം 5,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടർബോ എന്ന സിനിമ 400-ലധികം സ്ക്രീനുകളിലെ റിലീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒട്ടുമിക്ക സ്ഥലത്തും, അതായത് 4 ഷോ കളിക്കുന്ന ഒട്ടുമിക്ക സ്ക്രീനുകളിലും 6 ഷോ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഫാൻസി ഷോ അതുപോലെ തന്നെ അഡീഷണൽ ഷോ ഒക്കെ ഈ ഒരു സിനിമയ്ക്ക് ആഡ് ആയിട്ടുണ്ട്. തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിൽ കളക്ഷൻ വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഏകദേശം കണക്ക് പ്രകാരം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 5,90,00,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 550 പരം സ്ക്രീനുകൾ റിലീസ് ചെയ്ത ആ ഒരു മലയക്കോട്ട് വാലിബിനേക്കാളും കളക്ഷൻ എങ്ങനെയാണ് 400-ലധികം സ്ക്രീനുകൾ റിലീസ് ചെയ്ത് ഈ ഒരു സിനിമ നേടുക എന്നുള്ളത്. അതായത് ഈ ഒരു സിനിമയ്ക്ക് അഡീഷണൽ ഷോ ഒരുപാട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഹൗസ്ഫുൾ ഷോസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ഈ ഒരു സിനിമ നേടുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. എന്തായാലും കളക്ഷൻ റെക്കോർഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തേക്കാണ് ടർബോയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു ലിസ്റ്റിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ ചിത്രമായിട്ടുള്ള ഒടിയൻ എന്ന സിനിമയാണ്. അത് 7,22,00,000 രൂപയാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള സിനിമ നോക്കുകയാണെങ്കിൽ അത് മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. ലൂസിഫർ എന്ന സിനിമയാണ് 2ാം സ്ഥാനത്തുള്ളത്. അത് ഏകദേശം 6,38,00,000 രൂപയാണ് ആദ്യ ദിവസം നേടിയിട്ടുള്ളത്. ഇനി നമ്മൾ 3ാം സ്ഥാനത്തുള്ള സിനിമ നോക്കുകയാണെങ്കിൽ അത് മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. മരക്കാർ എന്ന സിനിമ 6,35,00,000 രൂപയാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇനി നമ്മൾ 4ാം സ്ഥാനത്തുള്ള സിനിമ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പേരിൽ തന്നെയാണ്. ഭീഷ്മപർവം എന്നാണ് സിനിമയുടെ പേര്. അത് ആ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 6,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ നിലവിൽ ഒഫീഷ്യലായിട്ട് മലയക്കോട്ട് വാലിബൻ എന്ന സിനിമയാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അത് 5,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടർബോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള മലയക്കോട്ട് വാലിബൻ 6ാം സ്ഥാനത്തേക്കും ടർബോ 5ാം സ്ഥാനത്തായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എന്തായാലും ടർബോ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു കലക്കിയിട്ട് തന്നെയായിരിക്കും പോവുക. അപ്പോൾ എന്തായാലും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.